ഹായ് അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ, എന്നും എപ്പോഴും അങ്ങനെ തന്നെ ആകണേ പഠിച്ചോനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ വീഡിയോ കണ്ട് തുടങ്ങട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് രാവിലത്തെ വിശേഷങ്ങൾ കേട്ടോ. രാവിലത്തെ വിശേഷങ്ങളൊക്കെ നിൽക്കാൻ പോവില്ലേ. അപ്പോൾ നമുക്കിന്ന് ദോശയും പിന്നെ കടലക്കറിയാണ് കേട്ടോ. ദോശയും കടലക്കറി നല്ല കോമ്പിനേഷനാണ്. അപ്പം ഇനിയിപ്പം നോമ്പായാൽ പിന്നെ കടലക്കറിയൊന്നും നമ്മൾ വെക്കലില്ല. കടലക്കറിയൊക്കെ നല്ല ടേസ്റ്റാണ്, പക്ഷേ നമ്മളമ്മക്ക് പിന്നെ മീന ഇറച്ചി അതേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ വെക്കല്. അപ്പോൾ കടലിൻ്റെ പാത്രമൊക്കെ ഞാൻ ഒന്ന് കാലിയാക്കിയതാണ്. അപ്പോൾ കടലൊക്കെ കുക്കറിലിട്ട് വേവിച്ചിക്കണ്. അപ്പോൾ നമ്മൾ പിന്നെ വെളുത്തുള്ളിയും കടുകൊക്കെ ഇട്ടുകാണ്ട് ഒന്ന് വറവിട്ടുകാണ്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പം മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഒക്കെ ഇട്ടിക്കണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇട്ടത് ഇങ്ങനത്തെ ദോശയ്ക്ക്. അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു വെറൈറ്റി സമൂസൻ്റെ ഒരു റെസിപ്പി നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോമ്പിൻ്റെ മുമ്പേ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാട്ടോ. നമ്മൾ യൂട്യൂബിൽ ഒരു ചാനലിൽ, നല്ലൊരു ചാനലിൽ, അധികം കുറച്ച് വലിയ ചാനലിലേ കണ്ടതാട്ടോ. കണ്ടുകാണ്ട് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ വർത്താനമൊക്കെ നിങ്ങൾക്കൊന്ന് അറിയാം. അപ്പോൾ നിങ്ങളോ അങ്ങനെ ഉണ്ടാക്കിയൊക്കെ നോക്കുമ്പോൾ അതുമേലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ അതിനൊരു ബാറ്റർ റെഡിയാക്കണം. അപ്പോൾ അതിന് നമ്മൾ ഒരു ഗ്ലാസ് മൈദപ്പൊടി ഇട്ടിട്ടുണ്ടത്. അപ്പോൾ അതിക്ക് ഒരു സ്പൂണ് കോൺഫ്ലവർ, പിന്നെ ഒരു സ്പൂണ് പാൽപ്പൊടി കേട്ടോ. സംഗതി ഒന്നും കുഴപ്പമില്ല. പിന്നെ ഒരു പേവ് വിടണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, നിങ്ങൾക്ക് ഈ പറ്റാതെ നിൽക്കാൻ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വലിയൊരു സ്പൂണ് കോൺഫ്ലവർ, പിന്നെ ഒരു സ്പൂണ് പാൽപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്, ഒരു മുട്ട അതട്ടതിക്കുള്ളത്. അപ്പം ഇതൊക്കെ നല്ല മട്ടുണ്ട് കേട്ടോ. ബാറ്ററൊക്കെ ശരിയാക്കി നമ്മളതിൻ്റെ ഷീറ്റ് ശരിയാക്കുകയാണ്. ഷീറ്റ് ഉണ്ടാക്കാനുള്ള ഇതാണ് ഇട്ടത്. അപ്പോൾ അത് നല്ലോണം മുട്ടയൊക്കെ കൈക്ക് ഒഴിച്ചുകൊണ്ട് നല്ലോണം മിക്സാക്കുകയാണ്. നല്ല മിക്സാക്കിയതിൻ്റെ ശേഷം നമ്മൾ പൊടി അളന്ന ഗ്ലാസ്സിന് ഒരു 1.5 ഗ്ലാസ് വെള്ളയ്ക്ക് വേണ്ടി വരും കേട്ടോ. അപ്പോൾ കുറച്ചാക്കിക്കാണ്ട് നല്ലണ്ട് കലക്കി പിന്നെ യോജിപ്പിക്കുകയാണ് കേട്ടത്. അപ്പോൾ നമ്മൾ ഈ മുട്ടൊക്കെ അടിക്കണ വിസ്ക് ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ പറ്റൂട്ടെ. നമ്മളെടുത്ത് അതില്ല, അത് കേട് നിൽക്കണം. അപ്പോൾ ഞാൻ സ്പൂൺ കൊണ്ടാട്ടാ ഇളക്കേണ്ടത്. അപ്പോൾ നല്ലണ്ട് കുറച്ച് നേരം ഒന്ന് നല്ലണ്ട് ഇളക്കിയുണ്ട് പതായി വരണം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളതിക്ക് ഫില്ലിങ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഇറച്ചില്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫില്ലിങ് ആട്ടാ. ചില നേരത്തെ നമുക്ക് ഇറച്ചി ഉണ്ടാവില്ലല്ലോ. ഇനിയിപ്പോൾ നോമ്പാവില്ല, നമുക്ക് സമൂസ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ടി വരും. ചില നേരത്തെ ചിലപ്പോൾ ഇറച്ചി ഉണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ പറ്റിയ അതിൽ ഞാൻ എന്താ കൂട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണും ചെയ്യുക. അത്യാവശ്യം എളുപ്പമുള്ള പരിപാടിയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് കാണ്ടുള്ള ഒരു സമൂസയാണ് കേട്ടോ. അപ്പോൾ ഷീറ്റ് ഞാൻ അതിൽ കണ്ടതാണ്. അപ്പോൾ അതേപോലെ ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ പരീക്ഷണങ്ങളൊക്കെ നമ്മൾ നോമ്പിൻ്റെ മുമ്പേനെ പരീക്ഷിച്ചിട്ടാണ് നല്ലത് കേട്ടോ. ഇപ്പോൾ നോമ്പാകാനായി. അപ്പോൾ ഇതായിക്ക് വല്ലുള്ളി, കാവേജ്, ചപ്പുണ്ട്, പിന്നെ മല്ലിച്ചപ്പിട്ടാ, പിന്നെ ഇഞ്ചി വെള്ളുള്ളിയൊക്കെ ചെറുതാക്കി അരിഞ്ഞതാണ്. പിന്നെ ഉരുളൻകിഴങ്ങ് പുഴുങ്ങിക്കാണ്ട് നന്നായി ഉടച്ചും ചെയ്തിക്കണം. അപ്പോൾ അതൊക്കെ റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ചട്ടി വെച്ചുകാണ്ട് വെളിച്ചെണ്ണ വെച്ചുകാണ്ട് ഈ ഇഞ്ചി വെള്ളുള്ളിയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ പേസ്റ്റിനെക്കാട്ടും നല്ലത് ഈ സമൂസയ്ക്കൊക്കെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുറച്ചങ്ങനെ ആക്കി വെച്ചോളണ്ടി, തൊലിച്ചുകാണ്ട് വെച്ചോളണ്ടി. എന്നാൽ പിന്നെ ചെറുതാക്കി കട്ട് ചെയ്തുകാണ്ട് ഇടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതൊന്ന് മൂത്തിയതിന് ശേഷം നമ്മൾ കാവേജ് ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ ഒക്കെ ഞാൻ വേഗം കാണിച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ബോറടിപ്പിക്കാതെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിക്ക് വല്ലുള്ളി ഒക്കെ ഒന്ന് വാടിയതിന് ശേഷം ഓരോന്ന് വെമ്പേ ഇടുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇറച്ചില്ലാത്ത സമൂസ ഉണ്ടെന്ന്. പിന്നെ ചിക്കൻ മസാല കേട്ടോ. ചിക്കൻ മസാല, ഗരം മസാലപ്പൊടി അതൊക്കെയാണ് ഇടേണ്ടത്. പിന്നെ നമ്മൾ ഈ ചില്ലി സോസ് ഇതൊരു കുപ്പി വേണമെങ്കിൽ നിങ്ങൾ വാങ്ങി വെച്ചോളുണ്ട്. എന്നാൽ ഇറച്ചില്ലെങ്കിലോ ഇറച്ചിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. ഇനി കുറച്ച് ഇറച്ചിയാണെങ്കിലോ അത് ലേസം വെച്ച് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. ഇറച്ചില്ലാത്ത കുറവ് അതുപോലെ മാറി കിട്ടും. പിന്നെ നമ്മൾ കുറച്ച് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിനി ഉള്ളി നല്ലോണം മൂപ്പിച്ച് കറിവേപ്പിലിട്ടുകാണ് മൂപ്പിച്ച് വെച്ചാൽ കുറേശ്ശെ അതിൽ ഇട്ട് കൊടുത്താൽ മതി എന്ന്. അപ്പോൾ അങ്ങനെ കുറച്ച് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അതും ഞാൻ ഇട്ട് കൊടുത്തിട്ടാ. പിന്നെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത്, പിന്നെ കറിവേപ്പില ഇട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ അതെല്ലാം കൂടി ഉണ്ടായാൽ തന്നെ ഇറച്ചില്ലെങ്കിലും നമുക്ക് സമൂസ, കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഈ ചില്ലി സോസ് ഒരു കുപ്പി വേണമെങ്കിൽ വാങ്ങി വെച്ചോളാം കേട്ടോ. ഇറച്ചില്ലാത്ത കുറവ് നമുക്ക് നികത്താം. അപ്പം നമ്മൾ അതിനുള്ള ഷീറ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഷീറ്റ് ഉണ്ടാക്കാൻ ഇതേപോലത്തെ ചട്ടി ഉണ്ടെങ്കിൽ അതാട്ട നല്ലത്. അപ്പോൾ അതിൽ ചെറിയ തീയാട്ട വെച്ചിട്ടുണ്ടത്, കുഞ്ഞു തീയ്. എന്നിട്ട് ഓരോ കയ്യിൽ പാർന്നുകാണ്ട് നമ്മൾ മുട്ട പരത്തണമായിട്ട് പരത്തി കൊടുക്കുക. അപ്പോൾ നല്ല ഷീറ്റായി കിട്ടുന്നുണ്ട്.
കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിന് കേട്ടോ. അതിൻ്റെ ശേഷമാണ് ഞാൻ മസാലയൊക്കെ ഉണ്ടാക്കിയിരിക്കേണ്ടത്. അപ്പം ഇങ്ങനെ ഇതിനെക്കാട്ടി കുറച്ചുകൂടി വലുതായിക്കോട്ടെ, അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കേണ്ടത്. പിന്നെ ഒടുവിനൊരു പേവ് പറ്റിയിരിക്കണേ, അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ച് തരാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്, നമ്മൾ കണ്ണടച്ചുകൊണ്ട് വിശ്വസിച്ച് കാണി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പെടൽ പെടും. എന്താ വെച്ചാൽ നോമ്പല്ലേ, നോമ്പ് ഇറക്കാൻ നേരത്ത് ഇതായിട്ട് കളിച്ച് കുത്തർന്നാലേ വലിയ ഇടങ്ങാറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചാണ് നോമ്പ് ഇറക്കണ നേരത്തെ എങ്ങാനും ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടി കുഴച്ച് വാരീനെന്ന് വിചാരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു 10-15 ഷീറ്റ് നമുക്ക് കിട്ടിയിട്ടാ. ഒരു കുഞ്ഞു കയ്യിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇതായിങ്ങാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷീറ്റൊക്കെ കയ്യോണ്ട് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഇങ്ങനെ ടവൽ പിടിച്ച മാതിരി തന്നെ ഇങ്ങനെ കൊഞ്ഞു പോണ സൈസിലിട്ടാ. അപ്പം അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി ഇനി നമുക്ക് ഇത് ഫില്ല് ചെയ്യട്ടോ. അത് പിന്നെ രസം പിന്നെ മാവ് കലക്കി വെക്കണം കേട്ടോ. മാവ് എന്ന് പറഞ്ഞാൽ മൈദമാവ് വേറെ ഒന്നും ഇടണ്ട, ഉപ്പൊന്നും ഇടണ്ട, ഒന്ന് കലക്കി വെക്കുക. അതൊന്നും പിന്നെ ഞാൻ കാണിച്ചില്ല. പിന്നെ എനിക്ക് ആകെ പിന്നെ മനം ചത്തുപോയിട്ടാ, ഉണ്ടാക്കിയത് റെഡി ആകുന്നില്ല. അപ്പം ഇങ്ങനെ കുറേശ്ശെ വെച്ചുകാണ്ട് അങ്ങനെ ഇതേപോലെ ഉണ്ടാക്കിയത് അവരുണ്ടാക്കിയത്. അപ്പോൾ അതേപോലെ ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ ശരിയാണുണ്ട്, പക്ഷേ ഇത് ഒട്ടണില്ല. അപ്പോൾ ഇതിങ്ങനെ രണ്ടുമൂന്ന് മടക്കുന്നുണ്ട് കേട്ടോല്. അപ്പോൾ അങ്ങനെ ഇങ്ങാണ്ട് മാവ് കലക്കിക്കാണ്ട് അതിൽ മുക്കിക്കാണ്ട് പിന്നെ ബ്രെഡ് പൊടിയിൽ ഒന്ന് മുക്കിക്കാണ്ട് പിന്നെ ഇട്ട ചട്ടിക്ക് ഇടേണ്ടത്. അപ്പോൾ കാണാനും നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. ബ്രെഡ് പൊടിച്ചതാട്ടെ ഞാൻ. പിന്നെ ഇതിൻ്റെ ബ്രെഡ് ഗംസ് വാങ്ങാൻ കിട്ടില്ല, അത് വാങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ ബ്രെഡ് പൊടി വാങ്ങിയതാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ചുകാണ്ട് പിന്നെ ഈ മൈദമാവിൽ അപ്പം പിന്നെ കുറച്ച് ഉണ്ടാക്കി നോക്കുമ്പോൾ പിന്നെ ഇത് ഷീറ്റ് വലിപ്പമില്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി വലുതാക്കിക്കാണ്ട് കുറച്ചുകൂടി മാവ് ഇട്ടേന് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വലുതാക്കിക്കാണ്ട് ഒരു 3-4 ദോശ കൂടി ചൂടാണ് കേട്ടോ. ഒരു ഗ്ലാസ് മൈദ കൊണ്ട് തന്നെ ഒരുപാട് ചൂടാണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 10-15 ചുട്ട് കൊയ്ക്കാരോ അത്ര ഉണ്ട് ചുട്ടെടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഇത് സംഗതി കുഴപ്പമൊന്നുമില്ല, നല്ല ഷീറ്റും ഇതൊക്കെ ആയിങ്ങാണ്ട്. അപ്പം ഇനി ഇത് ആർക്കെങ്കിലും ഇങ്ങനത്തത് അറിയുന്നുണ്ടെങ്കിൽ എന്താണ് ഇതിങ്ങനെ ഒട്ടാത്തത് എന്നുള്ള ഒരു ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാണില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റിൽ പറയേണ്ടിട്ടാ. കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളെ ഫില്ലിങ് ഉണ്ടല്ലോ, അത് ഇറച്ചില്ലെങ്കിലും നല്ല ഇറച്ചിൻ്റെ ടേസ്റ്റും ഒക്കെ ഉണ്ട്, നല്ല ഇതുണ്ട്. പക്ഷേ എണ്ണ കുടിച്ചിട്ട് ഞാൻ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് ആ എണ്ണ മുഴുവൻ അത് കുടിക്കുക. അവിടെ കുറേ ഭയങ്കര ഇടങ്ങാറായിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചാണ് നോമ്പിനെങ്ങാനും ആണെന്നുണ്ടെങ്കിൽ ഇത് എന്തേക്കാരം ഇതിൻ്റെ സ്ഥിതിന്ന്. അപ്പം നോമ്പിൻ്റെ മുമ്പേ തന്നെ കേട്ടോ പരീക്ഷണങ്ങളൊക്കെ നല്ലത്. കണ്ടില്ല എങ്ങനെ പിടിച്ചാൽ പൊട്ടണമൊന്നുമില്ല, നല്ല സോഫ്റ്റ്. പിന്നെ തിന്നാൻ ആ എണ്ണയൊക്കെ ഞാൻ പറഞ്ഞുതരാം, ബാക്കി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഒരു സമൂസൻ്റെ കോലത്തിൽ എങ്ങനെയൊക്കെയുണ്ടൊക്കെ ആക്കി വെച്ചിട്ടോ. അങ്ങനെ മടക്കിയൊക്കെ ഒരുവിധം ആക്കി ഏതായാലും ഉണ്ടാക്കി വന്നതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോൾ കാക്കാനോട് പറഞ്ഞു ഞാൻ ഒന്ന് നോമ്പിനാവുമ്പോൾ എന്താ ഇപ്പോൾ ചെയ്യാന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഷീറ്റൊക്കെ പുറത്തുനിന്ന് വാങ്ങലില്ല, അങ്ങനെ വാങ്ങിക്കാണ്ട് കൊണ്ടുവന്ന് തിന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണമൊക്കെയാണ് ഈ കാര്യം. അത് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടാണ്. ഉണ്ടാക്കുമ്പോൾ അത്ര ക്ഷീണം ഉണ്ടാവില്ല. ഈ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരുന്നത് ഈ ചൂടത്ത് ഭയങ്കര ക്ഷീണമാണ് ഈ കാര്യം നോമ്പ് പറഞ്ഞ ദിവസം. അപ്പോൾ അത് ആ മൈദമാവിൽ മുക്കിങ്ങാണ്ട് പിന്നെ ഈ ബ്രെഡ് പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തുങ്ങാണ്ട് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. സംഗതിയൊക്കെ കാണാനും ഇതിനൊക്കെ കുഴപ്പമുണ്ട്, പക്ഷേ എണ്ണ കുടിക്കുക, അതിൻ്റെ ഉള്ളിലൊക്കെ എണ്ണ കയറുക. അപ്പോൾ എന്താ പരിപാടി എന്നാവുക. അങ്ങനെ പിന്നെ ഞാൻ പല പരിപാടിയാകുമ്പോൾ കാട്ടി നോക്കിയിട്ടാ മനസ്സിന് ഉള്ള ഒഴിച്ചുള്ള എണ്ണയൊക്കെ അത് കുടിച്ചെടുക്കുക തന്നെ. അപ്പോൾ ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറയണ്ടിട്ടാ എന്താ അതിന് പറ്റേണ്ടത് എന്താണ് ഒന്ന് അറിയാൻ പറ്റണില്ലേ. കണ്ടില്ല ഞാൻ ഈ ന്യൂസ് പ്രിൻറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ട് നോമ്പുങ്ങൾക്ക് കൊണ്ടുവന്ന് വെച്ചിന് അതിക്ക് ആദ്യം ഇട്ട് കൊടുത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തേങ്ങൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിന് ന്യൂസ് പ്രിൻറ്റ് കുറച്ച് കൊണ്ടുവന്ന് വെച്ചോളുണ്ട്. ഇതേമാതിരി എണ്ണ കുടിക്കണ പലഹാരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോഴേ കണ്ടില്ല എണ്ണയിലുണ്ട് കുടിച്ചിക്കണത്. ആദ്യം ഒന്നിലും ഇതാക്കി പിന്നെ ഇതിക്ക് കാസറോൾക്ക് വെച്ചുകാണ്ട് അതിലും ഇങ്ങനെ കുത്തനെ വെച്ചുകാണ്ട് ആ പ്രിൻറ്റ് ഇങ്ങനെ അടിയിൽ വെച്ചുകാണ്ട് അതിൻ്റെ മേലെ ഇങ്ങനെ കുത്തനെ വെച്ച് കൊടുത്തിട്ടാ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയതൊക്കെ അതിക്ക് ഇറങ്ങി പോയിക്കോട്ടെ എന്ന് വിചാരിച്ചുകാണ്ട് അങ്ങനെ പോക്കി ഒടുവിൽ ഏതായാലും റെഡി ആയിട്ടാ. പിന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്, ഈ ചിക്കൻ റോളിൻ്റെ ഒക്കെ ഒരു നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഓയിലുണ്ട് കടക്കാൻ, ഓയിലില്ലല്ലേ നമ്മൾ പൊരിച്ചെടുക്കൽ. വെളിച്ചെണ്ണയാണെങ്കിൽ പിന്നെയും തിരക്കിടില്ല, ഓയിൽ തീരെ വയറ്റിലേക്ക് ആകാൻ പറ്റില്ല, കൊളസ്ട്രോളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഷീറ്റ് ആ പ്രിൻ്റ് ഉണ്ടല്ലോ അതിങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കുത്തിത്തിരി ഏതായാലും അതിൻ്റെ പിന്നെ ആ ഉച്ച ഓയിലൊക്കെ പിടിച്ചെടുക്കണം കേട്ടോ. ആണ് ഈ ഇത് കുറച്ച് കൊണ്ടുവന്ന് വെച്ചോളുണ്ട്.
ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നീന്. എന്തായാലും പൊരിക്കടി വേണ്ടാന്ന് പറഞ്ഞാലും പൊരിക്കാതെ ആർക്കും പറ്റൂല, കഴിയൂല. എന്താ വെച്ചാൽ നോമ്പറക്കണ നേരത്തെ അതേ തിന്നാലേ ഒരു വായിക്കൊരു രുചി കിട്ടുള്ളൂ, വേറെ എന്ത് സാധനങ്ങളും രുചി കിട്ടൂല. ഇവിടെ ഈ കാക്ക ആദ്യമൊക്കെ പറയും പൊരിക്കണമെന്ന് പറയും, പിന്നെ പറയും ആ ഇല്ലാഞ്ഞാലിപ്പോൾ ശരിയാവില്ല, എന്തെങ്കിലും ഒന്ന് പൊരിച്ചുവിടുന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ഇതാക്കും. പിന്നെ പുറത്തുനിന്ന് വാങ്ങേണ്ടതാണ് തീരും പറ്റൂല. ഒരു പഴയ എണ്ണയിലൊക്കെ ചിലപ്പോൾ ഇട്ട് പൊരിച്ച് കൊണ്ടുവന്ന് തരും. അപ്പോൾ നമുക്ക് കൊളസ്ട്രോള് ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുവേ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് കുറച്ച് മുമ്പ് ഒരാഴ്ച മുമ്പ് എടുത്ത വീഡിയോ ഉണ്ടാകും. അപ്പോൾ ഞാനും മോളും കൂടി ഓക്ക് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്ത് പോയതാട്ടോ. അപ്പോഴത്തെ മക്കൾക്കൊക്കെ പെൺകുട്ടികൾക്കൊക്കെ ആയിരിക്കും ചെരുപ്പ് കാണണമെങ്കിൽ നമ്മൾ യാറിയിലാട്ടോ പോയിട്ടുണ്ട്, അവിടെ നല്ല ചെരുപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഇങ്ങനെ വീഡിയോ എടുത്തതാണ്, ആർക്കെയും കാണണേ കണ്ടോട്ടെ വെച്ചിട്ടിട്ടാണ്. ഒരാഴ്ച മുമ്പ് എടുത്താണ്. അപ്പോൾ ഇനിയിപ്പോൾ നോമ്പൊക്കെ ആവില്ലേ, അപ്പോൾ പിന്നെ ഇതിലാണ്ട് കൂട്ടി കൊടുത്തതാണ്. ഇപ്പോൾ പല തരമായി ചെരുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. യാറിക്കൺ ചെന്നാൽ മതി, എല്ലാ മുതലും അവിടെ ഉണ്ടാവും. ഒരു സാധനത്തിനും പുറത്തേക്ക് പോകണ്ടട്ടാ, എല്ലാ ഫ്രൂട്ടും പച്ചക്കറിയും എല്ലാം ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ ഓരോന്ന് സാധനങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നോക്കാനേ പറ്റുള്ളൂ കേട്ടോ, പൈസയൊന്നുമില്ല. അപ്പോൾ ഓക്ക് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ പിന്നെ സാധനങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ടു പോരാണ് കേട്ടോ. കാണുമ്പോൾ കാണുന്നതിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഓരോരോ സാധനങ്ങളൊക്കെ അതിൻ്റെ വിലയും ഇതൊക്കെ നോക്കി ഇങ്ങനെ പോകണമെന്നുള്ളൂ. ഒളപ്പം പോയാൽ പിന്നെ എന്തെങ്കിലും തിന്നാനൊക്കെ കിട്ടും ചെയ്യേ. അപ്പോൾ പിന്നെ അങ്ങനെ പോണതാട്ടാ. നമുക്ക് ഒരാൾ ഒപ്പം പോയി കൊടുത്താൽ മതി. ഞാൻ ഓഫറുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നോക്കി നടക്കുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ നോമ്പിന് കഴിയുന്നിടത്തോളം വീഡിയോ ഇടാതെക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നോമ്പിനാണ് നിർത്തി വെക്കാമെന്നൊക്കെ പൂതിയുണ്ട് പറഞ്ഞിട്ട് വീഡിയോ ഇടാതെ നിന്നാലേ ഉള്ളതൊക്കെ പോയിട്ടുള്ള വ്യൂസൊക്കെ പോകും. അപ്പോൾ ഞാൻ കുറേശ്ശെങ്കിലും ആയിട്ട് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അങ്ങനെ പിന്നെ നമ്മൾ കടയിൽ കയറി. അപ്പോൾ ഓക്ക് ബ്രോസ്റ്റ് കഴിക്കണം എന്ന് പറഞ്ഞ് അപ്പോൾ അതിനൊക്കെ കയറി തട്ടാ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.